ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പൊത്തിഫറിന്റെ അജ്ഞാത ഭാര്യ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം 36 വാക്യം. എന്നാൽ മിദ്യാന്യർ അവനെ മിസ്രൈമിൽ ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പൊത്തിഫറിന് വിറ്റു. കർത്താവ് തിരുവെഴുത്തുകളിൽ പേരെടുത്തിട്ടില്ലാത്ത സ്ത്രീകളിൽ ഒരാളായിരുന്നു പൊത്തിഫറിന്റെ ഭാര്യ. പൊത്തിഫർ എന്ന പേരിന്റെ അർത്ഥം സൂര്യനുടേത് എന്നാണ്. മിസ്രൈമ്യർ സൂര്യനെ ദൈവമായി ആരാധിച്ചിരുന്നു. എന്നാൽ മോശയിലൂടെ വന്ന ബാധ നിമിത്തം 3 ദിവസത്തേക്ക് സൂര്യൻ ഉദിച്ചില്ല. മിസ്രൈം ദേശത്തെ എല്ലായിടത്തും കനത്ത ഇരുട്ടുണ്ടായിരുന്നു എന്ന് പുറപ്പാട് 10 അധ്യായം 22 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. യോസെഫിനെ കുറിച്ചുള്ള പൊത്തിഫറിന്റെയും ഭാര്യയുടെയും വീക്ഷണങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. കർത്താവ് തന്നോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്തതെല്ലാം കർത്താവ് തന്റെ കയ്യിൽ സമൃദ്ധിയാക്കിയെന്നും പൊത്തിഫർ കണ്ടു. അങ്ങനെ യോസഫ് അവന്റെ കണ്ണിൽ കൃപ കണ്ടെത്തി അവനെ സേവിച്ചു. പിന്നെ അവനെ തന്റെ വീടിന്റെ മേൽവിചാരകനാക്കി തനിക്കുള്ളതെല്ലാം അവന്റെ അധികാരത്തിന് കീഴിലാക്കി. ഇത് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ പൊത്തിഫറിന്റെ ഭാര്യ യോസഫിന്റെ നേർക്ക് വാഞ്ചയുള്ള കണ്ണുകൾ വീശി. യോസഫ് അവളോട് പറഞ്ഞു, പിന്നെ ഞാൻ എങ്ങനെ ഈ വലിയ തിന്മ ചെയ്യുകയും ദൈവത്തിനെതിരെ പാപം ചെയ്യുകയും ചെയ്യും എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം 9 വാക്യത്തിൽ കാണാം. അവൾ അവനെ തന്നോടൊപ്പം ശയിക്കാൻ വിളിച്ച് അവന്റെ വസ്ത്രത്തിൽ പിടിച്ചു. എന്നാൽ അവൻ അവന്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ട് ഓടി പുറത്തേക്ക് പോയി. അപ്പോൾ അവളുടെ കാമം ക്രോധമായി മാറി. അനന്തരഫലമായി അവൻ തടവറയിലായി. ഈ യുഗത്തിലെ ദൈവം അന്തരാക്കിയ പൊത്തിഫറിന്റെ ഭാര്യയെ പോലെ ആയിരക്കണക്കിന് ആളുകളെ ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. 2 കൊരിന്ത്യർ 4 അധ്യായം 4 വാക്യത്തിൽ കാണപ്പെടുന്നു. തിന്നുക, കുടിക്കുക, ലൗകിക സുഖം ആസ്വദിക്കുക എന്നതാണ് അവരുടെ തത്വശാസ്ത്രം. മോഷ്ടിച്ച വെള്ളം മധുരമുള്ളതാണെന്ന് അവർ വിശ്വസിക്കുന്നു. ലോകത്തിലെ എല്ലാം ആസ്വദിക്കുക എന്ന തത്വം അവർ മുറുകെ പിടിക്കുന്നു. അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒരു പരിഗണനയുമില്ല. അവന്റെ വരാനിരിക്കുന്ന ന്യായവിധികളെക്കുറിച്ച് അറിയാനും അവർ ആഗ്രഹിക്കുന്നില്ല. തങ്ങളെ കാത്തിരിക്കുന്ന നരകത്തെയും നിത്യാഗ്നിയെയും കുറിച്ച് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പൊത്തിഫറിന്റെ ഭാര്യയെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുക. ഭർത്താവിനോടുള്ള വിശ്വസ്തതയുടെ അഭാവം, സമൂഹത്തോടുള്ള കളങ്കം, മക്കൾക്ക് മോശമായ മാതൃക കാട്ടുക, അശുദ്ധമായ ചിന്തകൾ എന്നിവ അവളെയും ഇത്രയും താഴ്ന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ദൈവഭക്തനായ യോസഫിനെ കളങ്കപ്പെടുത്താനും അവന്റെ ഭാവി നശിപ്പിക്കാനും കഴിയുന്ന ഒരു വിഷസർപ്പത്തെ പോലെയായിരുന്നു അവൾ. അതുകൊണ്ടാണ് പൊത്തിഫറിന്റെ ഭാര്യയുടെ പേര് കർത്താവ് തിരുവെഴുത്തുകളിൽ പരാമർശിക്കാത്തത്. ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയങ്ങളിലെ വിശുദ്ധി, ദൈവഭക്തി, അഭിഷേകം, ദൈവവചനം എന്നിവയാൽ നിറയ്ക്കുക. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു എന്ന്. ഇത് സങ്കീർത്തനം 1 അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 കൊരിന്ത്യർ 6 അധ്യായം 15 വാക്യം. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിന്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങളാക്കുമോ? ഒരു നാളും അരുത്. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യേശയ്യാവ് 20, 21, 22 അധ്യായങ്ങൾ. വൈകുന്നേരം എഫേസ്യർ 6 അധ്യായം. ആമേൻ.